ഇതാണ് നമ്മളെ ഇന്നത്തെ അതിഥി മുനീർ. പെരിഞ്ചാണി ഡാമിൽ നിന്ന് വിഷ്വൽസ് ഒക്കെ കണ്ടു. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരത്തുള്ളവർക്ക് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് മുനീർ? ഒരു 60 കിലോമീറ്റർ വരും. ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങൾ എപ്പോഴും ഭയങ്കര മനോഹരമാണ്. നിറഞ്ഞൊഴുകുന്ന പുഴകളും പച്ചപ്പും കാര്യങ്ങളും, കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. നമ്മൾ പോകുന്നത് ഒരു ബൈപ്പാസിലോട്ടാണ്. ബൈപ്പാസ് தெரியுமா உங்களுக்கு? നേരെ നമ്മളിപ്പോ ആരൽവായ് മൊഴി പോയിട്ട് അങ്ങനെ കാവൽ കിണർ കയറി ബൈപ്പാസ് പിടിച്ച് നേരെ പോണത് ഇതാ കിടക്കണമെന്ന് ചാത്താൻ സാധനം. അരെ മണി ചേട്ടാ, ലൈഫിനെ കുറിച്ച് നിങ്ങളെ താല്പര്യം എന്താണ്? ലൈഫ് എന്ന് പറയണത് ഈ നമ്മളെ ഈ ചട്ടി അതിൽ ഉണ്ടംപൊരി ഇടാം, വാഴക്കപ്പം ഇടാം, പഴംപൊരി ഇടാം. ഇത് ഏതാണ് മുരിഞ്ഞു പോണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കരിയാതെ എടുക്കണം. ചേട്ടന്മാരെ പറയൂ, നിങ്ങൾക്ക് ഇത്ര പ്രായമായി, അപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസ് വഴി എനിക്കൊരു എങ്ങനെ പറയാം, ഉപദേശമായിട്ട് എങ്ങനെയാണ് നിങ്ങളെ ലൈഫിനെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയാനുള്ളത് ഒരു അഭിപ്രായം? മനുഷ്യനെന്ന് പറയുന്നത് ഏത് സമയത്ത് വേണോ ഏത് രീതിയിൽ വേണോ മറിച്ചും തിരിച്ചും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. ആരുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അതെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ ആ ചെയ്തെടുത്ത് വെച്ച് മറന്നു കളയുക. പിന്നെ ജീവിതം നാളെ എന്നുള്ളത് നമുക്ക് ബോണസാണ്. ഇന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് തീർക്കുക. പിന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉറക്കം കെടുത്തുന്ന കാര്യം കടമാണ്. കടം വാങ്ങിച്ച് യാതൊരു ദൂർത്തും ചെയ്യാതിരിക്കുക. പിന്നെ ആരെ കണ്ടാലും, ഒരു മനുഷ്യൻ എന്നുള്ളതിലേക്ക് ആരെ കണ്ടാലും അവരെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതം ഹാപ്പിയാണ്. പിന്നെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. അതേപോലെ നമുക്കുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അത് ഏതായാലും, അത് ആര് പറയണമായാലും, കൊച്ചു പ്രായമായാലും വലിയ പ്രായമായാലും. ഉപദേശം നല്ലതാണെങ്കിൽ ചെറിയ ആള് പറഞ്ഞാലും വലിയ ആള് പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു മനസ്സാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്? മെയിനായിട്ടുള്ള പറയേണ്ടത് ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒരുമിച്ച് പാടില്ല. ആ കണക്കിനെ പോവാം. അതിൽ കൂടെ എനിക്ക് വേറെ ഒന്നും പറയാം. ഓക്കെ, ഉപദേശം പ്ലസ് ഊഞ്ഞാലാട്ടം. ശരത് കുമാറിന്റെ ഏതോ സിനിമ അതെവിടെയാണല്ലേ? ലാസ്റ്റ് ഇവന്റെ ഒരു സിനിമ എടുത്തല്ലേ, രജനികാന്തിന്റെ. അതൊക്കെ നമ്മൾ ഇവിടെ നാറുമല്ലേ? സുഹൃത്തുക്കളെ, ആറൽവായ് മൊഴി എത്തുന്നതിന് മുമ്പുള്ള ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ഒരു പ്ലേസാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒന്നും സെറ്റ് ആവുന്നില്ല. കൊള്ളാം, വിഷ്വൽ ബൂട്ടി എന്നൊക്കെ പറയൂലേ, പക്ഷെ വൈകിട്ട് വരണം. തമിഴ്നാട്ടിലും AI ക്യാമറ സജീവമായിക്കൊണ്ടിരിക്കുന്നു. തെങ്ങ് തോപ്പുകളാലും വേപ്പിൻ മരങ്ങളാലും ചുറ്റപ്പെട്ട വള്ളിയൂർ നോക്കി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആറൽവായ് മൊഴി കഴിഞ്ഞ് നമ്മളിതാ മുപ്പന്തൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി. മുപ്പന്തൽ ക്ഷേത്രത്തിൽ ഇന്ന് പൂജ ഉണ്ടെങ്കിൽ കഞ്ഞി കിട്ടും, കഞ്ഞി അച്ചാറും. നമ്മുടെ നോട്ടം ഇവിടെ നിന്ന് എങ്ങനെ കഞ്ഞി കുടിക്കാമെന്നാണ്. ഇനി ഇവിടെ പോയി ഇറങ്ങി നോക്കട്ടെ, കഞ്ഞി ഉണ്ടെങ്കിൽ കുടിക്കണം. ഇവിടെ 100% ഹെൽമറ്റ് ഇല്ലാത്ത സ്ഥലവും
ഇവിടെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് കുറവാണ്. ചിലപ്പം ഭയങ്കര വെയിലായോണ്ടായിരിക്കാം. ഇത് അവരുടെ കുലക്ഷേത്രം. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഒരു സിറ്റി ടൗൺ എന്ന് പറയാം. കളക്കാട് ജംഗ്ഷൻ. ഇത് കളക്കാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമുക്ക് പോകണം. ഇതൊരു അത്യാവശ്യം വലിയ ടൗണാണ്. മൊത്തം ഫോറസ്റ്റുകാർക്ക് ഈ ടൗണിലാണ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടകളുള്ളത്. പിന്നെ ഇനി ഈ ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഫോറസ്റ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇതൊക്കെ ഉള്ള സ്ഥലമാണ് കളക്കാട്. വലിയ ബസ് സ്റ്റാൻഡ്, അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. മാർക്കറ്റിംഗ് ടൗണാണ്. നിലക്കടല, ചീനിക്കിഴങ്ങ്, വരിക്കച്ചക്ക എല്ലാം ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഉദ്ദേശിച്ച കളക്കാട് എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് അടുപ്പിച്ചായി. മുണ്ടത്തുറൈ എന്നാണ് ഈ ടൈഗർ റിസർവിന്റെ പേര്. ഇവിടെ ആന ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ചവിട്ടി ഹോണടിച്ചൊക്കെ പതുക്കെ പോ. എന്താണ് ഏതെങ്കിലും നല്ല സൈറ്റിലോട്ടാണ് പോകണമെങ്കിലേ വയലും മൊത്തം വയലല്ലേ ഇത്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം വാഴപ്പടകളല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ കളക്കാട് മുണ്ടത്തുറൈ ടൈഗർ റിസർവ് கடைக்கார்ட்டையும் சொன்னோம். கீழேருந்து ஒருத்தர் மாடு மேய்ச்சிட்டு இருந்தார். அவர்கிட்டையும் கேட்டோம். ഒരാൾക്ക് 40 വണ്ടിക്ക് സെപ്പറേറ്റ് അല്ലേ? സുഹൃത്തുക്കളെ, നാഗർകോവിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് കളക്കാട് എന്ന് പറഞ്ഞ് ഒരു ടൈഗർ റിസർവ് ഉണ്ട്. ഇത് നമ്മുടെയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് അപേക്ഷിച്ച് ഒരു 60-70 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമാണ്. നമ്മുടെ തൊട്ടടുത്തും ടൈഗർ റിസർവ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പേ അറിഞ്ഞതാണ്. പക്ഷേ ഇന്നാണ് ഇങ്ങോട്ട് ഒന്ന് വരാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, മുനീർ ഇന്നാണ് ഇവിടെ ലീവായിട്ടുണ്ടായിരുന്നത്. മുനീർ കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മുനീർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണല്ലോ. നമുക്ക് തമിഴൊക്കെ അറിയാം, സംസാരിക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40 രൂപയും കാറിന് 50 രൂപയും. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പം നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ, ഒരു ദിവസം വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നാണ് ഇപ്പോൾ വരയ്ക്കും നിങ്ങൾ കേട്ടത്. ഇനി മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ഇന്നിവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനയെ എല്ലാവരും അവർ ഓടിച്ച് കാട്ടിനകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് ഈവനിങ് വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ നമുക്കിവിടെ നിൽക്കാൻ അലോടുള്ളത്. വരാൻ ശ്രമിക്കുന്നവർ വരിക. ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ വഴി എന്തെങ്കിലും അറിയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞു തരാം. ഇത് തലയണ റിവർ. പക്ഷേ നമുക്ക് ശരിക്ക് പോകാനുള്ള സ്ഥലം ഇതായിരുന്നു. ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ആന ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആണ്. ഇത് പ്ലാസ്റ്റിക് തമിഴ്നാട് വനത്തിലെ പ്ലാസ്റ്റിക്കുകൾ ഇല്ലാതെ സരണാലയം. പ്ലാസ്റ്റിക് പൊരുക്കളെ കൊണ്ട് ഇല്ല അനുമതിയില്ല. കളക്കാട് വനക്കോട്ടം. മലയാളത്തിൽ പറ. പ്ലാസ്റ്റിക് അലോഡല്ലെന്ന്. അതെനിക്ക് മനസ്സിലായി. ഇതൊരു സിൽവർ പൂങ്ക എന്ന് വെച്ചാൽ
സുഹൃത്തുക്കളെ, കാടിന് നടുവിൽ സ്വസ്ഥമായിട്ട് കുളിക്കാനും ഇത്രയും നേരം ഇവിടെ കുളിക്കാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അത് വെറും വാക്ക് പറയുന്നതല്ല, സത്യമായിട്ടും 100% തണുപ്പ്. ഇവിടെയൊക്കെ ഇത്രയും തണുത്ത വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നല്ല സുഖമല്ലേ, കഷ്ടപ്പെടാതെ തിന്നെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ അങ്ങനെ കളക്കാട് കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. കുളിക്കാനുള്ള തോർത്തോ കാര്യങ്ങളോ കൊണ്ടുവരാത്തത് കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. ഇനി ഒരു പ്രാവശ്യം വരുന്നത് കുളിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളോടെ ആയിരിക്കും. അത്രയ്ക്കും നല്ല തണുത്ത വെള്ളമാണ്, ഫ്രഷ് വാട്ടർ. തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കിട്ടിയ ഒരു മ്ലാവാണ്. പിന്നെ ഇത് വന്നിട്ട് എൻട്രൻസിൽ വരുന്നതാണ്. എൻട്രൻസിൽ വെച്ചിട്ടുള്ള ബോർഡും ഒരു കടുവയുടെ ഒരു സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തമിഴിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് മുനീറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മുനീറിനെ നമ്മൾ വീട്ടിലാക്കി തിരിച്ചിപ്പോൾ ഒരു 10 മിനിറ്റിൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. ഇന്നത്തെ യാത്ര ഇതുവരെ ഉള്ളൂ. ഓക്കെ, ബൈ. മണിയുണ്ട ഇവിടെ നിൽപ്പുണ്ട്. മണിയുണ്ട.